ചാലക്കുടിയിൽ റെയിൽവേ മേൽപ്പാലത്തിൽ നിന്നും യുവാക്കൾ താഴേക്ക് ചാടിയ സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുഴയിൽ ചാടിയവരെ കണ്ടെത്തിയത് പെരുമ്പാവൂരിൽ നിന്നാണ്. 3 പേരെ കസ്റ്റഡിയിലെടുത്തത് നാദാപുരം സ്വദേശിക്ക് വ്യാജ സ്വർണം നൽകി പണയം തട്ടിയ സംഭവത്തിലാണ്. പണം കൈക്കലാക്കി ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓടുന്നതിനിടയിലാണ് 4 പേർ അപകടത്തിൽപ്പെട്ടത്. 3 പേർ പുഴയിലേക്ക് ചാടുകയും ഒരാൾ ട്രെയിൻ തട്ടി പുഴയിലേക്ക് വീഴുകയുമായിരുന്നു. ട്രെയിൻ തട്ടിയാൾ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച രാത്രി 1 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. റെയിൽവേ മേൽപ്പാലത്തിലൂടെ നടന്നു പോകുന്നതിനിടെ എതിർദിശയിൽ ട്രെയിൻ വന്നതോടെയാണ് 4 പേർ പുഴയിലേക്ക് ചാടിയത്. റെയിൽവേ മേൽപ്പാലത്തിൽ നിന്നും ചാടിയ യുവാക്കൾ രക്ഷപ്പെട്ടിരുന്നു. പ്രദേശത്തു നിന്നും ഒരു ഓട്ടോറിക്ഷയിൽ 4 യുവാക്കൾ കടന്നു എന്നായിരുന്നു വിവരം. ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷനിലെ സമീപത്തു നിന്നും ഓട്ടോറിക്ഷയിൽ പോയി എന്നാണ് കണ്ടെത്തൽ. ഇവർക്ക് പരിക്കേറ്റെന്ന വിവരത്തെ തുടർന്ന് തൃശൂരിലും എറണാകുളത്തെയും വിവിധ ആശുപത്രികളിൽ വിവരം ശേഖരിക്കാൻ പോലീസ് നീക്കം നടത്തിവരികയായിരുന്നു. ഇതിനിടയിലാണ് ഇവരെ കണ്ടെത്തിയത്. മലയാളം ടെലിവിഷൻ, തൃശൂർ. എന്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി കിടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.